ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയാണ്. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പഴംപൊരി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അരിപ്പൊടിയും 1/4 സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഞാൻ 2 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് വെള്ളം എടുക്കേണ്ടതുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒന്നിച്ച് ചേർക്കാതെ അല്പാൽപമായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പം വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരിക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് അതും കൂടെ അതിലേക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഴംപൊരിക്ക് നല്ല മഞ്ഞ കളർ തന്നെ നമുക്ക് ലഭിക്കും. നമ്മൾ മറ്റ് കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പഴം വേണം. അതിനു വേണ്ടി ഒരു വലിയ പഴത്തിന് നടുക മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ്. ഇത് ഓരോ കഷ്ണങ്ങളും ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ 4-5 പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ പഴം എല്ലാം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നും മറിച്ചിട്ട് ഒന്നുകൂടെ മൊരിയിച്ചെടുക്കാം. നമ്മളെപ്പോഴും മൈദ കൊണ്ടാണ് കൂടുതലും പഴംപൊരി ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ അതിലേക്ക് അപ്പക്കാരമൊക്കെ ചേർക്കാറുണ്ട് പൊള്ളി വരുന്നതിനായിട്ട്. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അരിപ്പൊടിയും റവയും കൂടെ ചേർത്തത് കൊണ്ട് കുറച്ച് ക്രിസ്പായിട്ടിരിക്കും. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. തണുത്ത് വരുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റായിട്ട് ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കഴിക്കണമെങ്കിൽ 4 മണിക്ക് ചായയോട് കൂടി നല്ല മൊരിഞ്ഞ പഴംപൊരി നമുക്ക് കഴിക്കാം. നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി വന്ന പഴം കൂടെ ഞാനിതിലേക്ക് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴംപൊരി നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടെ കഴിക്കാനായിട്ട് വളരെ രസമാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് പഴംപൊരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.